നിങ്ങൾ ഇന്നലത്തെ സ്റ്റഡി പ്ലാൻ്റെ ലൈവിൽ വന്ന് ഹൈലി മോട്ടിവേറ്റഡ് ഒക്കെ ആയിട്ട് അവസാനം കമൻറ്റ് ബോക്സിൽ സ്റ്റഡി ചലഞ്ച് അക്സെപ്റ്റഡ് സർ എന്ന് പറഞ്ഞ് കമൻ്റ് ഇട്ട് പോയവരാണെങ്കിൽ മക്കളെ നിങ്ങൾക്ക് ഈ സ്റ്റഡി ചലഞ്ച് വർക്കാവില്ല. സത്യമാണ് ഞാൻ പറയുന്നത്. അതായത് നിങ്ങൾ ജസ്റ്റ് മോട്ടിവേറ്റഡ് ആയതുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ആ കമൻറ്റ് ഇട്ടത് കൊണ്ടോ മാത്രം നിങ്ങൾക്ക് ഈ സ്റ്റഡി ചാലഞ്ച് യൂസ്ഫുൾ ആവാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ഈ സ്റ്റഡി ചാലഞ്ച് ശരിക്കും യൂസ്ഫുൾ ആണെങ്കിൽ ഓരോ ദിവസവും വൈകുന്നേരം 7:30 ലൈവ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാം. അന്ന് എന്ത് ലൈവ് ആണെന്നും അന്നുള്ള ചാപ്റ്റേഴ്സും എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് നിങ്ങൾക്ക് അറിയാം. ആ ലൈവിൽ വന്നിരുന്ന് പങ്കെടുക്കുക. എങ്ങനെ പങ്കെടുക്കുക? ആദ്യത്തെ ഒരു 10 മിനിറ്റ് കണ്ടു കഴിഞ്ഞ് പിന്നെ അങ്ങനെ വേറെ പരിപാടി ചെയ്ത് പോവാതെ ആ ലൈവിൽ മാക്സിമം ടൈം എന്ന് പറഞ്ഞാൽ ഐഡിയലി മുഴുവൻ ലൈവിലും പങ്കെടുത്ത് അതിൻ്റെ നോട്ട്സ് ഡൗൺലോഡ് ചെയ്ത് ആ ലൈവ് കഴിഞ്ഞതിന് തൊട്ട് പിറ്റേ ദിവസം രാവിലെയോ വൈകുന്നേരമോ സമയമുണ്ടാക്കി ആ നോട്ട്സ് റിവൈസ് ചെയ്ത് അത് ലൈവിൽ കൃത്യമായിട്ട് പഠിപ്പിച്ച കാര്യങ്ങൾ ഒന്നും കൂടി റിവൈസ് ചെയ്ത് തലയിൽ കയറ്റി ഉറപ്പിക്കാൻ പോകുന്ന കുട്ടികൾക്കായിരിക്കും ഈ ചാലഞ്ച് കൊണ്ട് ശരിക്കത്തെ കാര്യം ഉണ്ടാകാൻ പോകുന്നത്. സോ മക്കളെ, നിങ്ങൾ ശരിക്കും ഈ സ്റ്റഡി ചാലഞ്ചിൽ പങ്കെടുക്കാൻ റെഡി ആയവരാണെങ്കിൽ, അത് അക്സെപ്റ്റ് ചെയ്തവരല്ല, മോട്ടിവേറ്റഡ് ആയവരല്ല, പങ്കെടുത്ത് പണിയെടുക്കാൻ റെഡി ആയവരാണെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ഒരാവശ്യമില്ല. പബ്ലിക് എക്സാമിൽ A+ അല്ലാണ്ട് മറ്റൊരു ഗ്രേഡ് നിങ്ങൾ കാണില്ല. ഇത് വെറും വാക്കല്ല. വർഷങ്ങളായിട്ട് കുട്ടികൾ സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യാത്തതും നമ്മൾ കാണുന്നതാണ്. ആ ഫോളോ ചെയ്യുന്നവരിൽ കണ്ട റിസൾട്ടാണത്. അതിലൊരു കുട്ടി പോലും A+ നഷ്ടപ്പെട്ടിട്ടില്ല. ഓക്കെ, എളുപ്പ പരിപാടി ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ചാലഞ്ച് എന്ന് വിളിക്കുന്നത്. സോ ഈ ഒരു ചാലഞ്ച് സിൻസിയർലി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഫോളോ ചെയ്യാൻ പോകുന്ന എല്ലാവരും താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. വീണ്ടും കമൻറ്റ് കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. വൈകുന്നേരം 7:30 ലൈവിൽ കയറിയിരിക്കുക, അടിപൊളിയായിട്ട് പഠിച്ചു കൊടുക്കുക. ഇത്ര മാത്രമേ ചെയ്യാനുള്ളൂ മക്കളെ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ഓൾ ദി ബെസ്റ്റ്.